ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത് പാകമായിട്ട് മാങ്ങക്കറി വെക്കാനും പുളിശ്ശേരി വെക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി മാമ്പഴമാണ് ഇത്. നല്ല നാട്ടു മാങ്ങയാണ്. അടിപൊളിയായിട്ട് പഴുത്ത് ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറിൽ. ഓ എൻ്റെ അമ്മി, എന്താ മണമെന്നറിയോ, ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തെ കണ്ടമാണ്. ഈ കണ്ടത്തിൻ്റെ ഇറമ്പത്ത് തന്നെ മാവ് നിൽക്കുന്നത് കൊണ്ട് തന്നെ മാങ്ങയെല്ലാം പഴുത്ത് കണ്ടത്തിലേക്കാണ് വീഴുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഴുത്ത് നല്ല മഞ്ഞ കളറിലുള്ളൊരു മാങ്ങ. അടുത്തൊരു മാങ്ങയും കൂടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇവന് അധികം മഞ്ഞ കളറില്ലെങ്കിലും പഴുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് മാങ്ങ ഇവിടെയുണ്ട്. നമുക്കിതെല്ലാം പെറുക്കി എടുക്കാം. സത്യം പറഞ്ഞാൽ ഈ കണ്ടത്തിൽ മാങ്ങ പെറുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കണ്ടത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. മാവിൽ മാങ്ങ പഴുത്ത് കിടക്കുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഓടാറുണ്ട്. ഓടിച്ചെന്ന് മാങ്ങ പെറുക്കി ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ കൊണ്ട് കഴുകിയെടുത്തിട്ട് ഒരുമിച്ചിരുന്ന് മാങ്ങ കഴിക്കുന്നതും എന്ത് രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റു ഫീലുണ്ട് കേട്ടോ. ഈ മാങ്ങ പെറുക്കുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മാങ്ങ ഇങ്ങനെ ചേറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങ കിട്ടിയ വഴി എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മാങ്ങാ വിശേഷങ്ങൾ.